ഷബീദ് റാവുത്തർ നിയമസഭയിൽ നിന്ന് തത്സമയം ചേരുന്നു വിവരങ്ങളുമായി. ഇന്ന് നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. എന്തായാലും അതിശക്തമായ നിലപാടുകൾ മന്ത്രിമാർ അവലംബിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഷബീദ്? കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. വലിയ നാടകീയ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിയമസഭയിൽ കണ്ടു. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും മറ്റു നേതാക്കളുടെയും അസാന്നിധ്യത്തിൽ കെ ബാബുവാണ് പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിച്ചത്. ചോദ്യോത്തരവേളയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തങ്ങൾ പ്രതിഷേധം തുടരുന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം അറിയിച്ചത്. ശേഷമാണ് അദ്ദേഹം സർക്കാരിനെ അടക്കം കുറ്റപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിനു പിന്നാലെ ആദ്യം നിയമമന്ത്രി പി രാജീവ്, ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് അടക്കം പ്രതിപക്ഷത്തെ വിമർശിക്കുന്നതാണ് നിയമസഭയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ ബാബു പറഞ്ഞു തുടങ്ങിയത് ഇക്കാര്യത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിഷേധം തുടരുകയാണ്. മാത്രവുമല്ല, തന്ത്രിയുടെ വക്കാലത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടില്ല. 40 ദിവസം തെളിവില്ലാതെ ജയിലിൽ കിടന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞതെന്നൊക്കെയുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. മാത്രവുമല്ല, 90 ദിവസം കഴിഞ്ഞപ്പോൾ പ്രതികൾ ഓരോന്നായി പുറത്തിറങ്ങുന്നത് അത് ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ വീഴ്ചയാണെന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ അത് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്നും ആവർത്തിച്ചു. എന്നാൽ ഇന്ന് മന്ത്രി പി രാജീവ് അടക്കം ഈ വിഷയത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച പ്രതിപക്ഷത്തെ ഇരട്ടത്താപ്പടക്കമുള്ള കാര്യങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പി രാജീവ് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കൂടി കേൾക്കണം എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വാസ പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കൊണ്ടുവരാത്തതിന്റെ കാരണം പ്രതിപക്ഷം അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ തുറന്നു കാട്ടുന്ന സമീപനമായി പോകും. അത് പ്രതിപക്ഷത്തിന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അവർ കടക്കാത്തത്. മാത്രമല്ല, 5 വർഷത്തിനിടയിൽ ഒരു മന്ത്രിമാർക്കെതിരെ പോലും അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ മന്ത്രിസഭയിൽ ആരും അഴിമതി കാട്ടില്ലെന്ന് പ്രതിപക്ഷത്തിന് തന്നെ ഉറപ്പുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പി രാജീവ് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ തന്ത്രിയെക്കുറിച്ചുള്ള കാര്യമാണ്. തന്ത്രി കുറ്റക്കാരനാണോ അല്ലയോ എന്നതിൽ സർക്കാരിന് അഭിപ്രായമില്ല. സ്വതന്ത്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഹൈക്കോടതിക്ക് മുകളിലുള്ള സുപ്രീം കോടതിയാണോ വിജിലൻസ് കോടതി? മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് അടക്കം എല്ലാ കാര്യത്തിലും ഓടി കോടതിയിലേക്ക് പോകുന്ന പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കോടതിയിലേക്ക് പോകുന്നില്ലെന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ അത് മന്ത്രി പി രാജീവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കൂടാതെ പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹം ഇന്ന് കടന്നാക്രമിച്ചു. പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും കോൺഗ്രസിന്റെ നേതാവോ പ്രതിപക്ഷ നേതാവോ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. സർ, കെ ബാബു ആ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, അതുപോലെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ അധ്യയന വർഷം 3 മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സാർ, മുൻപ് പാഠപുസ്തകം ഇല്ലാത്തതിന്റെ പേരിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പരീക്ഷ എഴുതുകയും ഓണപരീക്ഷ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഓണം നേരത്തെ വന്നതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചവരാണ്. സാർ, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇത് പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം സാർ, കേരളത്തിലെ 47 ലക്ഷം വീടുകളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ സാർ? പാവപ്പെട്ട കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.